ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ഹെയർ കെയർ സീരീസിൻ്റെ വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണ് ഇന്ന് തൊട്ട്. അതിൻ്റെ ഡേ ഫസ്റ്റ് ആണ് കേട്ടോ ഇന്ന്. അപ്പം അതായത് ഹെയർ കെയർ സീരീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ കെയറിൻ്റെ വീഡിയോസ് ആയിരിക്കും ഞാൻ കൂടുതലും ഈ ഒരു വീക്കിൽ അപ്ലോഡ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ ഹെയർ കെയറിന് വേണ്ടിയും അതേപോലെ മുടി കൊഴിച്ചിലിനും മുടി വളരാനും അങ്ങനത്തെയൊക്കെ മെയിൻലി ഹെയറിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ ഈ ഒരു വീക്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത്. സോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെയറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വീഡിയോസൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജഷനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. പിന്നെ ഞാൻ ചില നമ്മുടെ വീഡിയോസിൽ നേരത്തെ കാണിച്ചിട്ടുള്ള ചില റെമഡീസ് കുറച്ചുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും ചിലതൊക്കെ. അതിനകത്ത് ഞാൻ ചില റെമഡീസ് മാത്രമായിരിക്കും ഒന്ന് ആഡ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക. കാരണം എനിക്ക് ഞാനത് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയതും അതേപോലെ 100% എഫക്റ്റീവ് ആണെന്ന് തോന്നുന്നതാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലൊരു റെമഡിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ അതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്ക്, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, പിന്നെ കുഞ്ഞു ബെല്ലൈക്കൻ കൂടി വരും, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. സോ വേഗം ചെന്നിട്ട് ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തോ. സോ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോയാലോ. സോ നമ്മുടെ ഇന്നത്തെ ഹെയർ കെയറിന് വേണ്ടി ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത് കഞ്ഞിവെള്ളമാണ്. കണ്ടില്ലേ, കഞ്ഞിവെള്ളം. പിന്നെ ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത് നമ്മുടെ പ്യുവർ ആലോവേരയുടെ ജ്യൂസാണ് ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്. സോ ഞാൻ നിങ്ങൾക്ക് മെയിനായിട്ട് നമ്മുടെ കഞ്ഞിവെള്ളത്തിന് കുറച്ച് ഗുണങ്ങൾ പറഞ്ഞുതരാം. കഞ്ഞിവെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി ഡാൻഡ്രഫ് പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ളതാണ്. അതായത് നമ്മുടെ തലയിൽ ഒരുപാട് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഈ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. നമുക്കറിയാം നമ്മുടെ തലയിൽ ഡാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലയിൽ മുടി ഒരുപാട് കൊഴിച്ചിലുണ്ടാവും. അതേപോലെ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ നമ്മുടെ മുഖത്തോട്ട് ഡാൻഡ്രഫ് വീണിട്ട് ഒരുപാട് പിമ്പിൾസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ നമ്മുടെ പുറത്ത് പിമ്പിൾസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അല്ലേ. അതേപോലെ നമ്മുടെ കഞ്ഞിവെള്ളത്തിനകത്ത് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്, അതേപോലെ കാർബോഹൈഡ്രേറ്റും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ മുടിയെ തഴച്ച് വളരാനും അതേപോലെ കറുപ്പ് നന്നായിട്ട് നമ്മുടെ മുടിക്ക് കൊടുക്കാനും കട്ടിയുള്ളതാക്കാനൊക്കെ, പിന്നെ അതേപോലെ നമ്മുടെ മുടിക്ക് നല്ലൊരു ഷൈനൊക്കെ തരാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. പിന്നെ ഈ കഞ്ഞിവെള്ളത്തിലുള്ള ഒരു കോമ്പൗണ്ടാണ് എനോസിറ്റോൾ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്. ഇത് ഈ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ മുടിയെ വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എനോസിറ്റോൾ എന്ന് പറയുന്ന കോമ്പൗണ്ട് നമ്മുടെ മുടിയിൽ കഴുകി കഴിഞ്ഞാലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രൊട്ടക്റ്റീവ് ലെയറായിട്ട് നമ്മുടെ മുടിയെ സംരക്ഷിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ പിന്നെ നമ്മുടെ അമിനോ ആസിഡ്സ് ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ മുടിയുടെ റൂട്ടിനെ നല്ല ഉറപ്പുള്ളതും ബലമുള്ളതാക്കാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതേപോലെ ഈ കഞ്ഞിവെള്ളത്തിനകത്ത് വൈറ്റമിൻ സിയും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ, ഡോക്ടേഴ്സൊക്കെ പറയത്തില്ല പ്രായമുള്ളവരുടെ അടുത്ത് നിങ്ങൾ കഞ്ഞിവെള്ളം കുടിച്ചാൽ മതിയെന്ന്. നല്ല വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ ഇത് മൊത്തം പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റും ഒക്കെയാണുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ മുടിക്ക് ഇത് ഹെൽപ്പ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ സ്കിന്നെ നല്ല രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഈ കഞ്ഞിവെള്ളം ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ നമ്മുടെ ആരോഗ്യത്തിനൊക്കെ ഒരുപാട് നല്ലതാണ്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ വളരെയധികം കൂട്ടാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതൊരു നാച്ചുറൽ കണ്ടീഷണറായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമുക്കറിയാം ഷാമ്പു ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുന്നവരാണല്ലേ. കണ്ടീഷണർ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ ഒന്ന് സോഫ്റ്റ് ആയിട്ടും അതേപോലെ ഒന്ന് ഒതുക്കി ഇടാൻ വേണ്ടിയല്ലേ. ഇത് നമ്മുടെ നാച്ചുറൽ കണ്ടീഷണറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കാരണം നമ്മുടെ മുടിയെ നന്നായിട്ട് സോഫ്റ്റ് ആൻഡ് സ്മൂത്തായിട്ട് വെക്കാൻ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പല രീതിയിൽ ഉപയോഗിക്കാം. ഇപ്പം നിങ്ങൾക്ക് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉപയോഗിക്കാം, അതേപോലെ നമ്മുടെ അരി കഴുകിയിട്ട് ആ വെള്ളം നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചോറൊന്നുകൂടെ തിളപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ഞാൻ ഇന്നിവിടെ എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നലത്തെ കഞ്ഞിവെള്ളമാണ്, കുറച്ച് പുളിച്ചതാണ്. ഇത് ഉപയോഗിച്ചാൽ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾക്ക് പിറ്റേ ദിവസം ഉള്ള കഞ്ഞിവെള്ളത്തിൻ്റെ pH അളവും നമ്മുടെ മുടിയിലെ pHും ഏകദേശം ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിട്ട് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ മുടിയിലെ pH ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനായിട്ട് ഈ കഞ്ഞിവെള്ളം കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് നമ്മുടെ pHൻ്റെ ഡിഫറൻസ് കൊണ്ട് തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ വളരെയധികം ഉണ്ട്, pH ബാലൻസ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട്. സോ നിങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ മുടിയിലെ pHനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനായിട്ട് ഈ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഒരുപാട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല നമ്മുടെ ക്യൂട്ടിക്കിൾസിനെ ഒക്കെ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് മുടിയെ നല്ല സ്ട്രെങ്ത് ആയിരിക്കാനും വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ
മാത്രമല്ല ഇങ്ങനെ തലേദിവസത്തെ കഞ്ഞിവെള്ളം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലെ ന്യൂട്രിയൻസും അതേപോലെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡ്സിൻ്റെ എമൗണ്ട്സ് ഒക്കെ കുറച്ചുകൂടി കൂടിയിട്ടായിരിക്കും നമുക്ക് ഈ ഒരു കഞ്ഞിവെള്ളം കിട്ടുക. അതേപോലെ ഞാനിവിടെ ആലോവേറ ജ്യൂസ് ഫ്രഷ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ വീട്ടിൽ പ്രായമുള്ളവർ എണ്ണ കാച്ചാനായിട്ടൊക്കെ ആലോവേറ ജ്യൂസ് ആഡ് ചെയ്യുന്നത് നമുക്കറിയാമല്ലേ. നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും അതേപോലെ നമ്മുടെ മുടിക്കുന്ന തണുപ്പ് കൊടുക്കാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു നാച്ചുറലായിട്ടുള്ളൊരു ഭൂമിയുടെ ഒരു എന്താ പറയുക നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ആലോവേറ എന്ന് പറയുന്നത്. ഞാനിതിവിടെ ആലോവേറ എടുത്തേക്കുന്നത് നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് വിടാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ആലോവേറ എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ മുടിയൊക്കെ വളരെയധികം ഹീറ്റ് ചെയ്ത് അതേപോലെ വളരെയധികം സ്ട്രാൻഡ്സ് ഒക്കെ നന്നായി ഡാമേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വളരെയധികം ഈ സ്ട്രാൻഡിനെ നല്ല രീതിയിലൊന്ന് റിപ്പയർ ചെയ്യാൻ ഒരുപാട് കഴിവുള്ള ഒന്നാണ് നമ്മുടെ ആലോവേറ ജ്യൂസ്. അതുകൊണ്ടാണ് ഞാൻ അതെടുത്തേക്കുന്നത്. മാത്രമല്ല നമ്മുടെ തലയുടെ ഓട്ടിയിലോ വളരെയധികം ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടൊന്ന് മാറ്റാനും നമ്മുടെ ഓയിലിയായിട്ടുള്ള സ്കാൽപ്പിനെ വളരെയധികം നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്യുവർ ആലോവേറ ജ്യൂസ് നമ്മുടെ ഈ കഞ്ഞിവെള്ളമില്ലേ അതിനകത്തോട്ട് ഞാൻ മിക്സ് ചെയ്യുവാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ മനസ്സിലായി. ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാനിതൊരു സെപ്പറേറ്റ് ആയിട്ടൊരു ബോട്ടിലാക്കിയിട്ട് നമ്മുടെ ഹെയറിലോട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായില്ലേ. ഇപ്പം ഞാനിതൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ സ്പ്രേ ബോട്ടിലിനകത്തോട്ട് മാറ്റിയത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലൊന്നും യൂസ് ചെയ്യണമെന്നില്ല. ടോയ്ലറ്റിൽ പോകാൻ നേരെ നമ്മുടെ സ്കാൽപ്പിൽ നമ്മുടെ ഹെയറിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇതൊരു നന്നായിട്ട് മസാജ് ചെയ്യുക. എന്നിട്ടൊരു 15 minutes to 20 minutes വരെ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. സോ നമുക്ക് നമ്മുടെ ഹെയറിലോട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. I've been searching for this all my life. You're just my type. I've been looking for a boy who can treat me right. Your dark hair with those eyes so bright. They look into my soul and it sparks my life. Can I take you there? Like it was the first time. Do you remember? Can I take you there? Back to when we felt like this was forever. Can I take you there? Like it was the first time. നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്ക്. നാളെ ഇപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും ബൈ.